ഹലോ, ചിഞ്ചൂസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെമ്പനീൻ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് രേവതിയും സച്ചിയും അടിച്ചു പൊളിച്ച് നടക്കുന്നത് കണ്ട് അത് സഹിക്കാനാവാതെ ശ്രുതിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കല്യാണം നടത്താൻ തീരുമാനിക്കുന്ന അമ്മയാണ്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് അമ്മ എല്ലാ മക്കളുടെയും പേരിൽ അർച്ചന കഴിപ്പിക്കുന്നുണ്ട്. അത് രേവതി കാണുകയാണ്. പക്ഷേ സച്ചിയുടെ പേരിൽ മാത്രം അർച്ചന കഴിപ്പിക്കുന്നില്ല. അത് കണ്ടിട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് സച്ചിയുടെ പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും തൻ്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നും ഒരു നേരം നല്ല സ്വഭാവത്തിനുടമയും ഒരു നേരം ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളാണ്. പ്രസവിച്ച അമ്മ പോലും അയാളെ അകറ്റി നിർത്തുകയാണ് എന്നും എനിക്ക് അറിയില്ല സച്ചിയുടെ മനസ്സ് മാറുമോ എന്നും നല്ലൊരു ജീവിതം ഉണ്ടാകുമോ എന്നും ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ പൂ കെട്ടി ഇരിക്കുന്ന രേവതിയാണ്. എന്നിട്ട് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ പൂവ് കെട്ടുന്നത് എന്ന്. അപ്പോൾ രേവതി പറയാണ്, താൻ ഇത് കെട്ടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, വേണമെങ്കിൽ താൻ കണ്ണടച്ചിട്ട് വേണമെങ്കിലും ഈ പൂ കെട്ടുമെന്ന്. ഇത് കേട്ട് സച്ചി പറയാണ്, എന്നാൽ നീ ഒന്ന് കെട്ട്, ഞാൻ ഒന്ന് കാണട്ടെ എന്ന്. ഇത് കേട്ടതും രേവതി പൂ കെട്ടിത്തുടങ്ങി കണ്ണടച്ചിട്ട്. നല്ലവണ്ണം പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിയെ കണ്ടിട്ട് സച്ചി അതിശയത്തോടെ പറയാണ്, നീ ഒരു സംഭവം തന്നെയാണ്. എന്നിട്ട് താൻ പൂ കെട്ടാൻ നിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി പൂവൊക്കെ കയ്യിലെടുത്ത് കെട്ടിത്തുടങ്ങുകയാണ്. അങ്ങനെ റൂമിൽ നിന്നും പോവാൻ നോക്കുന്ന സച്ചിയോട് രേവതി പറയാണ്, ഒന്ന് നിൽക്കുമോ എന്ന്. അന്നപ്പോൾ സച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി എന്ത് ചെയ്ത് അലമാരയിൽ നിന്ന് അർച്ചന കഴിപ്പിച്ചതിൻ്റെ പ്രസാദം എടുത്ത് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രേവതി പറയാണ്, ഇന്ന് താൻ അമ്പലത്തിൽ പോയിരുന്നു എന്നും നിങ്ങൾക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചിരുന്നു എന്നും. ഇത് കേട്ട് സച്ചിക്ക് വളരെ വിഷമായി. എന്നിട്ട് രേവതി പ്രസാദം എടുത്ത് സച്ചിക്ക് തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രേവതി സച്ചിയോട് ചോദിക്കുകയാണ്, ഇന്ന് ഭക്ഷണത്തിന് എന്താണ് വേണ്ടത് എന്ന്. ഇത് കേട്ട് സച്ചി പറയാണ്, എന്തായാലും മതി, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. നല്ലവണ്ണം വിശക്കുമ്പോൾ എന്താണോ തനിക്ക് കിട്ടുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. ഇതോടുകൂടി ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ.